ഞാൻ അൽജമീല, കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം 12-ാം മൈലിൽ നിന്ന് വരുന്നു. ഒരു സാധാരണ സ്ഥലത്ത് നിന്ന് ഉയർന്ന സ്വപ്നങ്ങൾ കാണുവാനും അത് അച്ചീവ് ചെയ്യുവാനും സാധിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് ഡൽഹി JNU വരെയുള്ള എൻ്റെ ഈ ജേണി എൻ്റെ ലൈഫിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ ശരിക്കും വീട്ടിലുള്ള എല്ലാവരും കരയുകയാണ് ചെയ്തത്. സാധാരണ എല്ലാവരും ഇത്രയും വലിയൊരു വിജയമൊക്കെ അവരുടെ വീട്ടിലൊരു കുട്ടിക്ക് കിട്ടുമ്പോൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. 26 years ഓഫ് മൈ മദേഴ്സ് ലൈഫ് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അമ്മയുടെ വേദനകൾ, സാക്രിഫൈസുകൾ, കടന്നുപോയ എക്സ്പീരിയൻസുകൾ, അതിനുള്ള ഒരു എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു 25 വയസ്സുള്ള എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയ ഗിഫ്റ്റ് മാത്രമാണ്, ഒരു ചെറിയ ഗിഫ്റ്റാണ് ഈ വിജയം. ശരിക്കും സംഭവിച്ചത് ഞാനും മോളും ഒരേ സമയത്താണ് വളർന്നതെന്ന് വേണം പറയാനായിട്ട്. കാരണം അവളുടെ സ്കൂൾ എഡ്യൂക്കേഷൻ എല്ലാം മോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു ജോലി കണ്ടുപിടിക്കാനുള്ള ഒരു തിരക്കിലുമായിരുന്നു. നമുക്കൊരു ലൈഫ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു പ്രയത്നത്തിലായിരുന്നു അമ്മ. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അമ്മയുടെ പേരൻസിനോടാണ്. അവർ കൊടുത്ത വാക്കുകൊണ്ടാണ് എൻ്റെ അമ്മ എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ തന്നെ ഒരു ജോബിന് വേണ്ടിയുള്ള പ്രയത്നവും സ്ട്രഗിളും ഒക്കെ ചെയ്തത്. ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു ലേണിംഗ് സ്റ്റൈൽ അവൾ കുഞ്ഞിലേ മുതൽ തന്നെ സ്വയം ബിൽഡ് ചെയ്തിരുന്ന ഒരു ലേണിംഗ് സ്റ്റൈലായിരുന്നു. അത് എൻ്റെ ലൈഫിൽ എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ എനിക്ക് ഏറ്റവും സഹായിച്ചത് എൻ്റെ മകളുടെ ഈ ഒരു ഫ്രീ ലേണിംഗ് സ്റ്റൈൽ തന്നെ ആയിരുന്നു. കാരണം ഞാൻ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു എബുണ്ടൻറ്റ് ടൈം ഉണ്ടായിരുന്നു. ആ ടൈം എന്ന് പറയുന്നത് ശരിക്കും മകൾ എനിക്ക് തന്നൊരു ഗിഫ്റ്റായിട്ട് വേണം സങ്കല്പിക്കാനായിട്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ആശ്വാസകരമായ ഓർമ്മ ഈ ചന്ദ്രലേഖ സിനിമയിൽ ലാലേട്ടൻ പറയുന്ന പോലെ, നീ പടച്ചോൻ എൻ്റെ ജീവിതത്തിൽ ബാങ്ക് മാനേജർ രൂപത്തിൽ വന്നു എന്ന് പറയുന്ന പോലെ, പടച്ചോൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് എൻ്റെ അമ്മയ്ക്ക് സെയിൽസ് ടാക്സ് ഓഫീസർ എന്ന ജോലി കൊടുത്തുകൊണ്ടാണ്. ഓർത്തിരിക്കാനുള്ള കാരണം വെച്ചാൽ എൻ്റെ സാധാരണ കുട്ടികളെ പരീക്ഷയ്ക്ക് വിടാനാണ് പേരൻസ് ഒക്കെ വരുന്നത്. പക്ഷെ എൻ്റെ കേസിൽ ചൈൽഡ്ഹുഡിൽ തൊട്ടേ എൻ്റെ അമ്മയെ ഓരോ ടെസ്റ്റുകൾ എഴുതിപ്പിക്കാൻ ഞാനും ഗ്രാൻഡ് ഫാദറും ഒക്കെ ആയിട്ടാണ് പോയിരുന്നത്. എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് പേരൻസ്, പപ്പ അമ്മച്ചി നിന്നെ തൊട്ട് പറയാം. പപ്പായും അമ്മച്ചിയും രണ്ടുപേരും അധ്യാപകരായിരുന്നു. 2 അധ്യാപകരുടെ കൂടെ വളർന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാം തന്നെ ഈ കാർട്ടൂണും അങ്ങനെയൊക്കെ കണ്ടിരുന്ന സമയത്ത് കാണാൻ അനുവദിക്കുമായിരുന്നു. കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ പത്രം വായനയും അവർ ശീലമാക്കി. സ്കൂളിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക. സമ്മാനമൊന്നും വേണ്ട, പക്ഷെ പങ്കെടുക്കണം. അത് വളരെ നിർബന്ധമായിരുന്നു. എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ കോൺഫിഡൻസും ഒരു സാമൂഹിക അവബോധത്തോടെയും കൂടെ എനിക്ക് വളരാൻ ഉള്ളൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് എൻ്റെ പപ്പായും അമ്മച്ചിയും തന്നെയാണ്. എൻ്റെ മകൾ എനിക്ക് കാണിച്ചു തന്ന ഒരു ജീവിത സത്യം എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായിട്ട് വളരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വതന്ത്രമായി കുഞ്ഞുങ്ങളെ വളരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ വലിയ സ്വപ്നങ്ങളെല്ലാം നെയ്തെടുക്കാനായിട്ട് അവർക്ക് പറ്റും. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എംപ്ലോയ്മെൻറ്റ് സ്റ്റെബിലിറ്റിയും അത് എത്രത്തോളം ഒരു വ്യക്തിക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്കിലോ ഒന്നും പഠിച്ചല്ല, സ്വന്തം അനുഭവങ്ങളിലൂടെ പഠിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, ജോലി വേണം, വരുമാനം വേണം, അങ്ങനെയൊക്കെ ഒരു ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ ഉള്ളൊരു തീരുമാനമായിരുന്നു അത്. എൻ്റെ മെമ്മറിയിൽ സ്കൂളിംഗ് ഒക്കെ ഏറ്റവും മനോഹരമായിരുന്നത്, ഞാൻ 2ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ തെങ്ങണ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ ഇപ്പോഴും ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഉള്ളത് ഗുഡ് ഷെപ്പേർഡിലെ എൻ്റെ ഒരു സ്കൂളിംഗ് ടൈമിൽ നിന്ന് തന്നെയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രേയ ശ്രീകുമാർ. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിംഗ്വിസ്റ്റിക്സിൽ. ശ്രേയ എല്ലാ ഒരു ജേണിയിലും എൻ്റെ സപ്പോർട്ടീവായ ഒരു ഫ്രണ്ടായിരുന്നു സ്കൂൾ ടൈമിൽ. അവളും വേറിട്ടൊരു വഴി ചൂസ് ചെയ്ത ഒരാളാണ്. നന്നായി പഠിക്കുന്ന കുട്ടിയായിട്ടും വേറിട്ടൊരു മലയാളം എന്നൊരു ആസ്പെക്റ്റ് എടുത്ത് അതിൽ ഒരു കരിയർ ബിൽഡ് ചെയ്ത ഒരാളാണ് ശ്രേയ. എൻ്റെ ഈ ഒരു ജേണിയിൽ, പ്രത്യേകിച്ച് എൻ്റെ ഈ IESൻ്റെ മെയിൻസ് ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഒരു സുഹൃത്താണ് രാജലക്ഷ്മി. കഴിഞ്ഞ 2 വർഷം മുന്നേ സിവിൽ സർവീസിൻ്റെ മെയിൻസ് എഴുതിയ കുട്ടിയാണ്. അവൾ അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എന്നെ ഒത്തിരി ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ചെലവുമില്ലാതെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനുകളാണ് രാജലക്ഷ്മി എനിക്ക് നൽകിയത്. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മെയിൻസിന് എഴുതാൻ ഉപയോഗിച്ചൊരു പെൻ, അതെനിക്ക് പറഞ്ഞു തന്നത് രാജിയാണ്. കാരണം അവൾ മെയിൻസ് എഴുതിയ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവൾ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണ്. സോ അങ്ങനെയുള്ള അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ എനിക്ക് ഇപ്പോഴും അവരുടെ ഒരു സൗഹൃദവും ബന്ധവും എല്ലാം ഉണ്ടെന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. എൻ്റെ കഴിവുകളെ തിരിച്ചറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോം എനിക്ക് സ്കൂൾ ഒരുക്കി തന്നു.
പല ലീഡർഷിപ്പ് പൊസിഷൻസ് ഏറ്റെടുക്കാനുള്ളൊരു അവസരം ഒരുക്കി തന്ന സ്കൂളാണ്. എൻ്റെ ഏറ്റവും എൻജോയ് ചെയ്ത് ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് തന്നെയാണ്. ഒത്തിരി നല്ല ഓർമ്മകളും ഒരുപാട് നല്ല അധ്യാപകരും ഒക്കെയുള്ള ഒരു നല്ല മെമ്മറി ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് സ്കൂളിങ്. വൈഡ് റീഡർ ആയതുകൊണ്ടാകാം എൻ്റെ താല്പര്യങ്ങൾ ഒരു ഹൈസ്കൂൾ ടൈമിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് പോകേണ്ടതും ചൂസ് ചെയ്യേണ്ടതും മെഡിസിനും എഞ്ചിനീയറിങ്ങും അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഹൈസ്കൂളിൽ തന്നെ എനിക്കുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ നാച്ചുറലി ഞാൻ എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റിലേക്ക് എൻ്റെ ഒരു താല്പര്യം ചെന്നു. അവരുടെ ലൈഫ് എന്ന് പറയുന്ന ഇക്കണോമിക്സ് ആണ്. ഞാൻ വിചാരിച്ചു ഞാനൊരു ലോയർ ആയതുകൊണ്ടും ഞാനൊരു ലീഗൽ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളായതുകൊണ്ടും അവളും എൻ്റെ പാത തന്നെ പിന്തുടർന്നുകൊണ്ട് ഒരു ജുഡീഷ്യറിയിലേക്കോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് എന്നുള്ള ഒരു രീതിയിലേക്കോ വരുമെന്നൊക്കെ ആയിരുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. തീക്ഷ്ണമായ ഒരു ആവേശമായിട്ട് തന്നെ മോളുടെ ഉള്ളിൽ കിടന്നിരുന്ന ഒന്നാണ് സാമ്പത്തിക ശാസ്ത്രം. ഫുഡിനോട് ഭയങ്കര താല്പര്യമായിരുന്നു അന്നും ഇന്നും. ഇപ്പോഴാണെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ കൊടുക്കും. അപ്പോൾ അവൾ പറയും ഇല്ല എനിക്ക് വേണ്ട, എൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതും എക്കണോമിക്സിലൊരു തിയറി ആണെന്നുള്ള കാര്യം. അങ്ങനെ എക്കണോമിക്സും മാത്തമാറ്റിക്സും ഒരു കോമ്പിനേഷൻ കിട്ടാനായിട്ട് ഞാൻ കൊമേഴ്സ് മാത്സ് എന്നൊരു സ്ട്രീം എടുത്തു. ഞാൻ ആ ഒരു സ്ട്രീം എടുത്തത് എൻ്റെ സ്കൂളിലുള്ളവർക്കെല്ലാം തന്നെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഒരു ഫുൾ A+ കിട്ടിയ ഒരു കുട്ടി സ്വാഭാവികമായിട്ടും സ്കൂളിനെ എല്ലാ രീതിയിലും റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു പിയർ ഗ്രൂപ്പിൽ നമ്മളെപ്പോലെ തന്നെ നന്നായി പഠിക്കുന്ന എല്ലാ കുട്ടികളും ബയോമാക്സും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്സ് സ്ട്രീം എടുത്തപ്പോൾ ഞാൻ മാത്രം കൊമേഴ്സ് മാത്സ് എടുത്തു. പക്ഷെ അവിടെ എൻ്റെ മദർ എന്നെ ട്രസ്റ്റ് ചെയ്തു. അങ്ങനെ കൊമേഴ്സ് മാത്തമാറ്റിക്സ് പഠിക്കാനായി ഞാൻ ചെത്തിപ്പുഴ പ്ലാസഡ് വിദ്യാവിഹാറിൽ ജോയിൻ ചെയ്തു. 2 വർഷമേ അവിടെ പഠിച്ചുള്ളൂ എങ്കിലും അവിടെയും എല്ലാവരുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവിടെ അക്സയാണ്, ഇപ്പോൾ UK-ലാണ്. എൻ്റെ ടീച്ചേഴ്സുമായിട്ട് എനിക്ക് ഇപ്പോഴും നല്ലൊരു കണക്ഷനുണ്ട്. +1 +2 മാത്സ് പഠിക്കാൻ താരതമ്യേന ബാക്കിയുള്ള സബ്ജക്റ്റിൽ വളരെ മികച്ച മാർക്കും കാര്യങ്ങളും ഉണ്ടായിട്ടും മാത്സ് എത്ര പഠിച്ചാലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരു സ്റ്റേജിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മാത്തമാറ്റിക്സ് ടീച്ചറായ മെലാനി മിസ്സാണ്. അപ്പോൾ മെലാനി മിസ്സ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ മിസ്സ് എന്നെ കുറച്ച് ദിവസം ഒബ്സർവ് ചെയ്തു. മിസ്സ് എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് മാത്സിനോടുള്ളൊരു ഭയം, എഴുതുന്നതിന് മുന്നേ എനിക്ക് തെറ്റ് പറ്റി പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാനത് എഴുതാതിരിക്കുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കത് കറക്റ്റ് ആക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ മേഡം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ക്ലാസ്സിൽ എല്ലാവരെയും പഠിപ്പിക്കുമ്പോൾ ബോഡി പ്രോബ്ലം എഴുതും, എന്നിട്ട് തിരിച്ച് വരും, എന്നിട്ട് ഞാൻ ആൻസർ എഴുതാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ വന്ന് നിൽക്കും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ മേഡം പറയും പേടിക്കണ്ട, എഴുതിക്കോ, തെറ്റിക്കോട്ടെ എഴുതിക്കോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി ഞാൻ മാത്സിൽ കോൺഫിഡൻസ് ഗെയിൻ ചെയ്തു. ആൻഡ് എനിക്ക് +2 മാത്സ് എന്നെ എല്ലായിടത്തും സേവ് ചെയ്തു. അതിപ്പോൾ എൻ്റെ HCUവിൻ്റെ എൻട്രൻസിനാണെങ്കിലും JNUവിൻ്റെ എൻട്രൻസിനാണെങ്കിലും JRF, ഗേറ്റ്, RBIയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് പോളിസി റിസർച്ച് എക്സാം, UPSC ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എല്ലാത്തിലും +2 മാത്സിൻ്റെ ബേസിലാണ് ബിൽഡ് ചെയ്യുന്ന മാത്തമാറ്റിക്സ്. അപ്പോൾ അത് ഒരു വലിയൊരു എനിക്കൊരു ലൈഫിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു മിസ്സുമായിട്ടുള്ള ഒരു ബന്ധം. അതുപോലെ തന്നെ എൻ്റെ എക്കണോമിക്സ് ടീച്ചേഴ്സായ ജോമോൾ മിസ്സും ലിറ്റി മിസ്സും. അപ്പോൾ ലിറ്റി മിസ് എക്കണോമിക്സ് പഠിപ്പിക്കുന്ന നല്ല രസത്തിലാണ്. ഇങ്ങനെ ഒരു ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റൊക്കെ മിസ് ഇങ്ങനെ ഒരു രസമാണ് മിസ് അത് പഠിപ്പിക്കുന്നതൊക്കെ. ഇങ്ങനെ ആദ്യം നമ്മളൊരു ഫുഡ് കഴിക്കും, അത് കഴിഞ്ഞ് ഒരു സ്പൂൺ കൂടി ഇടുമ്പം നമ്മുടെ വയറിച്ചിരി നിറയും, പിന്നെ ലാസ്റ്റ് അപ്പോൾ ഡിമിനിഷിങ് ആ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിസ് ആ ഫുഡിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമായിരുന്നു. ഇക്കണോമിക്സിനോട് അവൾക്കുള്ളൊരു പ്രത്യേക താല്പര്യമായിരുന്നു. ഒരു കാര്യവും കാണാതെ പഠിക്കുന്ന ഒരു സ്വഭാവം ജമീലയ്ക്കില്ലായിരുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കണമായിരുന്നു. അതിനുവേണ്ടി ബുക്ക് റെഫർ ചെയ്യാനും ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാനും അവൾ എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു. ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ആ കാര്യത്തിൽ അവൾ കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ വീട്ടിൽ ചെന്നാണെങ്കിൽ പോലും ഫോൺ വിളിച്ച് സംശയ ദൂരീകരണം ചെയ്തിരുന്ന കുട്ടിയായിരുന്നു. ഡിഗ്രിക്ക് എന്താണെങ്കിലും എക്കണോമിക്സ് പഠിക്കണം എന്നുള്ളത് തീരുമാനമായിരുന്നു. പക്ഷെ എവിടെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അകത്തെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അത്രയും അവൈലബിൾ ആയിരുന്നില്ല ആ ഒരു ടൈമിൽ. ആൻഡ് നമ്മുടെ കൂടെ പോയ കുട്ടികൾക്ക് അവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു, ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്രണ്ടോ. പക്ഷെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ആഗ്രഹം മാറ്റിവെച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കോളേജിൽ ചേർന്നു. ഞാൻ അവിടെ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. കാരണം ഞാൻ എക്കണോമിക്സിൽ എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അവിടെ ഞാൻ ഫേസ് ചെയ്തതോ അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതോ. അങ്ങനെ എനിക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റഗ്രേറ്റഡ് MA പ്രോഗ്രാമിൽ അഡ്മിഷൻ കിട്ടി. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് വന്നു. എൻ്റെ റാങ്ക് വെച്ച് എനിക്ക് കിട്ടിയത് എക്കണോമിക്സ് കിട്ടിയില്ല. എക്കണോമിക്സ് ടോപ്പ് റാങ്കേഴ്സിനുള്ളതായിരുന്നു. സോഷ്യോളജിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കറിയില്ല,
സോഷ്യോളജി കിട്ടുമ്പോൾ എടുക്കണോ വേണ്ടയോ, അവിടെ എനിക്ക് ഹെൽപ്പിന് വന്നത് ഞാൻ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു ചാൻസസ് ഉണ്ടല്ലോ, ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, അവിടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചാൽ പോലും അത് വളരെ ഫൈനാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. മോള് സോഷ്യോളജി എങ്കിൽ സോഷ്യോളജി അവിടെ ചേർന്നു. പക്ഷേ അതിനുശേഷമുള്ള അവളുടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്, ഇക്കണോമിക്സിലേക്ക് കടക്കാനുള്ള ഒരു പാലം എന്ന നിലയിൽ അവൾ അന്ന് ആ സോഷ്യോളജിയെ കണ്ടത് എനിക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു നിമിഷമായിരുന്നു. ഇത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ വർഷം എൻഡ് ചെയ്യുമ്പോൾ ആ വർഷത്തെ ടോപ്പർ ആവുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഏത് സബ്ജക്റ്റിലേക്കാണോ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ താല്പര്യം, ആ സബ്ജക്റ്റിൽ ഒരു വേക്കൻസി ഉണ്ട് എങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചു, ഓക്കെ എന്നാൽ ചേരാം. എന്താണല്ലോ എനിക്കത് ആ ഒരു സമയത്ത് നല്ല വിഷമം തോന്നി. ഞാൻ അത്രയും നാൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു കൊച്ചു പെട്ടെന്ന് പോയി സോഷ്യോളജിയിൽ ചേർന്നു. അവിടെയും കോൺഫിഡൻസ് കുറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എൻട്രൻസി റാങ്ക് കുറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ടോപ്പ് ഇതിലുള്ള എക്കണോമിക്സ് കിട്ടാതിരുന്നത്. ആൻഡ് നമുക്ക് മുന്നേ ഉള്ള എല്ലാ കുട്ടികൾക്കും എക്കണോമിക്സ് വേണം താനും. അപ്പോൾ അവിടെ എനിക്ക് ഇവരും ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് ഫസ്റ്റിലെത്തി എക്കണോമിക്സിലേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്രൈസിസ് ഞാനവിടെ ഫേസ് ചെയ്തു. ഞാൻ പഠിച്ചു. അങ്ങനെ 2ാം വർഷം ഞാൻ എക്കണോമിക്സ് എടുത്തു. ഇക്കണോമിക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം ഞാൻ അന്നുവരെ കണ്ടറിഞ്ഞ, അല്ലെങ്കിൽ എനിക്ക് അന്നുവരെ അനുഭവം ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമൊന്നും ആയിരുന്നില്ല എൻ്റെ മകൾ എനിക്ക് മുന്നിൽ തുറന്നു വെച്ചിരുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര മേഖല എന്ന് പറയുന്നത്. അവിടെ എൻ്റെ ഒരു കഷ്ടപ്പാട് തീർന്നില്ല. കാരണം ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് പിള്ളേരുണ്ട്, അവരുടെ കൂടെ പോയി ഞാൻ ഫസ്റ്റ് ഇയർ എക്കണോമിക്സും പഠിക്കണം, അതേസമയം തന്നെ ഞാൻ സെക്കൻഡ് ഇയറിലെ എക്കണോമിക്സും പഠിക്കണം. അങ്ങനെ അത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ റിപ്പീറ്റ് എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ ഹാർഡ് വർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് അത്രയും കഴിവില്ല എന്ന്, പക്ഷേ വൺസ് യു ആർ ഇൻ ടു ഇറ്റ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കഴിവുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എക്കണോമിക്സ് അവിടെ നിന്ന് BA കഴിഞ്ഞു, JNUവിൽ MA ചെയ്തു. JNU ആണ് ആക്ച്വലി ഇക്കണോമിക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന ആ മേഖലയെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതവുമായി എത്രമാത്രം തൊട്ട് തലോടിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് എന്നുള്ളൊരു മഹത്തായ ഒരു ബൃഹത്തായ മേഖല തന്നെ എൻ്റെ മകൾക്ക് കാണിച്ചു കൊടുത്തത് JNUവിലെ പഠനമായിരുന്നു. എപ്പോഴും ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നൊരു കാര്യമാണ് JNUവിലെ സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത്. അവിടുത്തെ ഓരോ പ്രൊഫസേഴ്സും എനിക്ക് അവരുടെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റി, അവർ ലൈവായിട്ടുള്ള അവരുടെ നോട്ട്സ് എഴുതിയെടുക്കാൻ പറ്റി എന്നൊക്കെയുള്ളത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ഓക്കെ, നമുക്ക് PhDയും ഒരു കൈ നോക്കാം എന്നുള്ള ഒരു എലിമെൻ്റ് എത്തി. കാരണം JRF ഉണ്ട്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 3rd സെം കയറിയപ്പോൾ തന്നെ UGCയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും IITയുടെ ഗേറ്റും ഒക്കെ ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. MA പഠിച്ചുകൊണ്ടിരുന്ന ഒരു ടൈമിൽ അത്രയും തന്നെ എൻ്റെ ഒരു ലക്ഷ്യം എപ്പോഴും ഒരു ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്, ഒരു സിവിൽ സർവീസ്, ആ ഒരു ആസ്പെക്റ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ. ഞാൻ എന്തായാലും MA കഴിയുമ്പോൾ ഒരു വർഷം ഗ്യാപ്പ് എടുത്ത് പ്രിപ്പയർ ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചിരുന്ന ഒരാളാണ് ഒരു 3rd സെമസ്റ്റർ വരെ. 4th സെം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേറെ കുറച്ച് ഇഷ്യൂസ് കാരണം ഒരു ഇയർ ഗ്യാപ്പ് എന്താണെങ്കിലും പോസിബിൾ ആയിരിക്കില്ല, അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു അവസ്ഥ വന്നു. ഇപ്പോൾ റിസർച്ച് വളരെ ഡിഫിക്കൽട്ടായ, വളരെ കോഗ്നിറ്റീവ്ലി ലെബോറിയസ് ആയ ഒരു ടാസ്ക്കാണ്. ഇപ്പോൾ PhDക്ക് ജോയിൻ ചെയ്തൊരു ടൈമിൽ എനിക്ക് ടൈം മാനേജ്മെൻറ്റ്, അതായത് എനിക്ക് പ്രിപ്പറേഷൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു, അതിനുള്ളൊരു സമയമേ കിട്ടുന്നില്ലായിരുന്നു. കാരണം നമ്മുടെ കോഴ്സ് വർക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ ഞാൻ PhD എടുത്തത് കുറച്ചുകൂടെ നോവലായ ഒരു മേഖലയാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. അതായത് സൈക്കോളജിക്കൽ ഇൻസൈറ്റുകളും ആളുകളുടെ ബിഹേവിയറും ഇതെങ്ങനെ എക്കണോമിക് ആസ്പെക്റ്റിൽ ഡിസിഷൻ മേക്കിങ്ങിനും എക്കണോമിക്സിൻ്റെ പോളിസീസിലും എങ്ങനെ നമുക്ക് കൊണ്ടുവരാമെന്ന ഒരു റിലേറ്റീവ്ലി പുതിയ ഒരു മേഖലയാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. അതിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ലീഡിംഗ് പ്രൊഫസേഴ്സ് ആയ പ്രൊഫസർ സുജോയ് ചക്രവർത്തി, അദ്ദേഹമായിരുന്നു എൻ്റെ സൂപ്പർവൈസറായിട്ട് എനിക്ക് ലഭിച്ചത്. ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയതിൽ. കാരണം സാറുമായിട്ടുള്ള ഒരുപാട് കോൺവെർസേഷൻസ് ആണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിനെ ബിൽഡ് ചെയ്യാൻ സഹായിച്ചതെന്ന് ഞാൻ പറയും. മോളുടെ ഉള്ളിലുള്ള സാമ്പത്തിക ശാസ്ത്രത്തെ കുറച്ചുകൂടെ ഷാർപ്പൺ ചെയ്തുകൊണ്ട് അതിന് ഏതെല്ലാം മേഖലയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലയിൽ അതിന് പ്രായോഗിക തലത്തിലെല്ലാം അതിന് യൂസസ് ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു കാര്യമാണ് ശ്രീ സുജോയ് ചക്രവർത്തി സാർ മോൾക്ക് കാണിച്ചു കൊടുത്തത്. പലപ്പോഴും PhDയുടെ ടോപ്പിക്ക് PhD വളരെ ഈസി ആണെന്നുള്ള ഒരു ലാഘവമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ലാഭമുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്ത് തന്നെയാണ് ഈ ഒരു PhD ടോപ്പിക്കിലേക്ക് എത്തിയത്. എൻ്റെ കോഴ്സ് വർക്കിൻ്റെ സമയത്ത് തന്നെ പാരലായിട്ട് നമ്മൾ വായിച്ചപ്പോൾ ഞാനൊരു ടോപ്പിക്ക് പറയും, സാറ് പറയും ഇല്ല ഇതിന് വലിയൊരു പബ്ലിക്കേഷൻ സ്കോപ്പ് ഇല്ല, അപ്പോൾ സാർ ഒരു ഇത് പറയും അത് ചിലപ്പോൾ എനിക്ക് ഫീസിബിൾ ആയിരിക്കില്ല. അങ്ങനെ ഒരു നിയർ ടു ഒരു 1 ഇയറോളം എടുത്തു ഞാൻ എൻ്റെ ഇപ്പോൾ ചെയ്യുന്ന ഒരു ടോപ്പിക്കിലേക്ക് എത്താനായിട്ട്.
PhD ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത്, ഈ ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വീട്ടിൽ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇയർ ഗ്യാപ്പ് എടുത്താൽ മതി. എൻ്റെ കൂടെയുള്ള പിള്ളേരൊക്കെ തന്നെ, എൻ്റെ കൂടെ MA പഠിച്ചൊരു കുട്ടികളൊക്കെ തന്നെ ഇങ്ങനെയുള്ള പരീക്ഷകൾ IAS-ഉം സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരെല്ലാം തന്നെ എക്കണോമിക് സർവീസ് ആണെങ്കിലും സിവിൽ സർവീസ് ആണെങ്കിലും ഒക്കെ അവർ ഇയർ ഗ്യാപ്പ് എടുത്താണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നുന്നു, ഞാനും ഒരു വർഷം ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ എനിക്ക് ടൈം കിട്ടുമായിരുന്നു, പഠിക്കാനുള്ള ടൈം കിട്ടുമായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ PhDക്ക് ജോയിൻ ചെയ്യണമായിരുന്നോ, ഞാൻ എടുത്ത് ചാടിയാണോ, അങ്ങനെ കുറേ ഡൗട്ടുകളൊക്കെ എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ. പക്ഷേ ആൻഡ് ദെൻ എഗെയിൻ എനിക്ക് ഞാൻ 2.5 months എനിക്ക് മെയിൻസിന് പ്രിപ്പറേഷൻ കിട്ടിയുള്ളൂ. കാരണം എൻ്റെ PhDയുടെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ സാറുമായിട്ട് ഫൈനലൈസ് ചെയ്ത് മാർച്ചിലാണ് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വർഷം ജൂണിലാണ് എക്സാം. അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു സങ്കടം ആ ടൈമിലുണ്ട്. ബട്ട് എൻ്റെ UPSCയുടെ ഇന്ത്യൻ എക്കണോമിക് സർവീസിൻ്റെ ഇൻ്റർവ്യൂവിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും തുണച്ചതും എൻ്റെ PhDയുടെ ടോപ്പിക്കാണ്. സോ സംടൈംസ് ലൈഫ് മൈറ്റ് നോട്ട് വർക്ക് ദ വേ യു പ്ലാൻ, പക്ഷേ ആ ഒരു സിൻസിയറിറ്റി അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എവിടെയാണെങ്കിലും നമുക്ക് ലഭിക്കും എന്നതാണ് എൻ്റെ ഈ ഒരു PhD ജേർണി എന്നെ പഠിപ്പിച്ചത്. ഞങ്ങൾ ഓരോരുത്തരും അവൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് യത്നിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ട് അവൾക്ക് കിട്ടിയ ഈ IAS എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് എൻ്റെ മകൾ നേടിയ ഈ വിജയം. ഇന്ന് തൻ്റെ കഠിനാധ്വാനം കൊണ്ട് അൽജമീല ഇന്ത്യൻ എക്കണോമിക് സർവീസ് പരീക്ഷയിൽ വിജയിച്ചവരിൽ ഏക മലയാളി അൽജമീലയായിരുന്നു. ഒരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഭാവിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉന്നത പദവികൾ കൈവരിക്കാൻ ജഗദീശൻ അൽജമീലയെ അനുഗ്രഹിക്കട്ടെ. പലതും നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്, നിനക്ക് അതല്ല നല്ലത്, അല്ലെങ്കിൽ ഇതാണ് നല്ലത്, അതല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലെ കൊച്ച് എടുത്തിരിക്കുന്ന ആ കോഴ്സ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒരു ഡിസിപ്ലിനും നമ്മൾ മക്കളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്വതന്ത്രമായി അവരെ വളരാനായിട്ട് അനുവദിക്കണം. അങ്ങനെ സ്വതന്ത്രമായി ആലോചിച്ച് തീരുമാനിച്ച് സ്വതന്ത്രമായി ഒരു തീരുമാനം എടുക്കുമ്പോൾ മാത്രമേ അവരുടെ ചോയ്സ് എന്നവർക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു ചോയ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം ഒരിക്കലും ഒരു ഫെയിൽഡ് ആവുകയല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എൻ്റെ അനുഭവം കാണിച്ചു തന്നിരിക്കുന്നതും എൻ്റെ മകൾ എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന ആ ഒരു പണിത് തന്നിരിക്കുന്ന ആ ഒരു ജീവിതം എന്ന് പറയുന്നതും അതുതന്നെയാണ് തെളിയിച്ച് തന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അൺകംഫർട്ടബിൾ ആയ ക്വസ്റ്റ്യൻസ്, അപ്രിയമായ ക്വസ്റ്റ്യൻസ് അത് ആരോടും ചോദിച്ച് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ക്ലോസ് ആണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും നിങ്ങളോട് വന്ന് സംസാരിക്കും, അതെന്താണെങ്കിലും. പലർക്കും ഉണ്ടാകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഒരു ചോദ്യം മാത്രമായിരിക്കില്ല, ആ ചോദ്യം എന്ന് പറയുന്നൊരു ട്രിഗർ ആകാം. ഓർക്കാൻ ആഗ്രഹിക്കാത്ത പല മെമ്മറീസിലേക്കുമുള്ള ഒരു ട്രിഗർ ആയിരിക്കാം നിങ്ങളുടെ ഒരു ചോദ്യം. അപ്പോൾ നമ്മുടെ ആരുടെയും ചോദ്യം അങ്ങനെ മറ്റൊരാളുടെ കണ്ണ് നനയിപ്പിക്കുന്ന ഓർമ്മകളിലേക്കുള്ള ഒരു ട്രിഗർ ആകാതിരിക്കട്ടെ. ഞാൻ എൻ്റെ മകളെ വിളിക്കുന്ന പോലെ അമ്പിളി, അവളെപ്പോഴും ഇതുപോലുള്ള സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുവാൻ മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ. അതുപോലെ തന്നെ തെളിഞ്ഞ് ശോഭനീയമായ നല്ലൊരു ജീവിതവും എല്ലാവർക്കും ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനായിട്ട് എൻ്റെ മകൾക്ക് കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് എൻ്റെ ഒരു സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യണം ഫർദർ ആയിട്ടെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഡിഫറെൻറ്റ് മിനിസ്ട്രീസിൽ വർക്ക് ചെയ്യണം, നല്ല സ്കീമുകളുടെയും പോളിസികളുടെയും ഒക്കെ ഭാഗമായി വർക്ക് ചെയ്യണമെന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ അതൊക്കെയാണ്. ബട്ട് പ്രൈമറിലി ഇതിനുള്ള ഒരു സ്കിൽ സെറ്റും കേപ്പബിലിറ്റിയും ഒക്കെ ബിൽഡ് ചെയ്തെടുക്കണം. ഇനിയാണ് ശരിക്കുമുള്ള നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെയിനിങ് ടൈമിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഓഫീസറിൻ്റേതായിട്ടുള്ള സ്കിൽ സെറ്റ്സ്, വാല്യൂ സിസ്റ്റംസ് അതെല്ലാം നമ്മളിലേക്ക് ഒരു പ്രൊഫഷണൽ എറ്റിക്വേറ്റ് രീതിയിൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആഗ്രഹമുണ്ട്.